ഇടുക്കി കമ്പമേട്ടിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് വീണ്. 2 സ്കൂട്ടറും 2 കാറും തകർന്നു എന്ന വാർത്ത വരികയാണ്. ജീനസ് രാജു ചേരുന്നുണ്ട്. ജീൻ, മഴക്കാലമാണ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം അത് ഏത് ഭാഗത്താണ്? എത്ര വാഹനങ്ങൾക്ക് ഇപ്പോൾ നാശനഷ്ടം സംഭവിച്ചു? പ്രജീഷ്, കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കമ്പംമേട്ട്. കമ്പംമേട്ടിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിലാണ് അവിടെ ഒരു പള്ളിയുടെ പാരിഷാളിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഈ വലിയ മരം കടപുഴകി വീണത്. 2 കാറും 2 ഇരുചക്ര വാഹനങ്ങൾക്കും മുകളിലേക്കാണ് ഈ വലിയ മരം പതിച്ചത്. ഈ വാഹനങ്ങൾക്ക് കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ മേൽക്കൂര തകരുകയും അതോടൊപ്പം തന്നെ പിന്നിലെ ഗ്ലാസ് പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വാഹനം പാർക്ക് ചെയ്ത് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ അവിടെ നിന്ന് പോയ സമയത്താണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേൽക്കുകയോ മറ്റ് അപകടങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. 40 കിലോമീറ്ററിന് മുകളിൽ കാറ്റ് വീശുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുന്നറിയിപ്പുള്ളത് അത്തരത്തിലുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വേഗത്തിലുള്ള കാറ്റാണ് പല സ്ഥലത്തും ആഞ്ഞു വീശുന്നത്. അതുകൊണ്ട് തന്നെ മരം കടപുഴകി വീഴുന്നതടക്കമുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം തന്നെയാണ്. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ അവിടെ നിന്ന് അഗ്നിസേന ഉദ്യോഗസ്ഥർ മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു.